അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ശർക്കരയും തേങ്ങാപ്പാലും വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഡെസേർട്ടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിൽ വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടണമെങ്കിൽ നമുക്ക് ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡെസേർട്ടിനും നല്ല കളർ കിട്ടും. കരിപ്പെട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതുമാണ്, നല്ല കളറും കിട്ടും. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ട് വേണം നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആദ്യം 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 മുട്ട ഞാൻ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ ഫോർക്കോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അങ്ങ് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ മഞ്ഞയും വെള്ളയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതി. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കായ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഏലക്കായ പൊടിച്ച് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഏലക്കായ ഒന്ന് ചതച്ച് ചേർക്കുന്നതാണ്. ലാസ്റ്റ് നമ്മളിതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കും. അപ്പോൾ ഏലക്കായുടെ കുരുവും തൊലിയൊക്കെ അങ്ങ് പോയിക്കോളും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ചിരകി എടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം ഇതിലേക്ക് ചേർക്കാൻ. എന്നാലും നമുക്ക് ആ തേങ്ങയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള ശർക്കരപ്പാനിയിൽ നിന്നും ഒരു 1/4 ഭാഗം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന ശർക്കരയൊക്കെ പലപ്പോഴും പല വലുപ്പത്തിലുള്ളതായിരിക്കും. അപ്പോൾ മധുരം കൂടി പോകണ്ട. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ മധുരമുള്ളതെല്ലാം തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന പോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്കിത് ഒഴിച്ചു വെക്കാൻ പറ്റിയ എന്തെങ്കിലും ചെറിയൊരു പാത്രം എടുത്താൽ മതി. സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഉള്ളിലൊന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് നന്നായിട്ട് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഇഡ്ഡലിത്തട്ടിലോ അല്ലെങ്കിൽ സ്റ്റീമറിലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ അരിയൊക്കെ ഊറ്റിയെടുക്കുന്ന ഒരു പാത്രം ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂടിയോ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആവി വരുമ്പോൾ ഇതിലേക്ക് വെള്ളം വീഴും. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 25-30 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ താഴെയുള്ള ഈ പാത്രത്തിൽ വെള്ളം വെക്കുമ്പോൾ നമുക്ക് അത്രയും സമയം വേവിച്ചെടുക്കാനുള്ള വെള്ളം വെക്കണം. അല്ലെങ്കിൽ വെള്ളം വറ്റിയിട്ട് പാത്രം കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് വെന്തിട്ടുണ്ടോ നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഈ പാത്രം നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തിയിട്ട് കൊടുക്കുകയോ ചെയ്യാം. നല്ല സോഫ്റ്റ് ആട്ടോ. നമ്മളിത് വായിലിട്ടാൽ അലിഞ്ഞു പോവും. അത്രയും സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊരു കത്തി വെച്ചിട്ടൊന്ന് വെടിയിച്ച് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് വിട്ട് വന്ന ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി ഇട്ട് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ പുഡിങ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു സിലിക്കോൺ മോൾഡിലാണ്. അപ്പോൾ ഈ പാത്രത്തിന് തീരെ ബലം കാണൂല. പിന്നെ ഈ പുഡിങ് ആണെങ്കിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഞാൻ മുകളിൽ ഈ പുഡിങ് കമിഴ്ത്തിയിടാൻ വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ വെയിറ്റ് കാരണം പുഡിങ്ങിൻ്റെ പാത്രം ഒരു സൈഡിലേക്ക് അങ്ങ് ചെരിഞ്ഞു പോയി. പുഡിങ്ങിൻ്റെ ഈ സൈഡ് കുറച്ചൊന്ന് അങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വറ്റലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഇത് ശരിക്കും ഒരു ശ്രീലങ്കൻ ഡെസേർട്ടാണ്.
തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നുണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ഡെസേർട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. തയ്യാറാക്കിയെടുക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന 3 ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.